നമുക്ക് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ബീംസ് നോക്കാം നെക്സ്റ്റ്. അപ്പം ഷിയർ സ്ട്രെസ് ഇൻ എനി ലെയറിൻ്റെ ഇക്വേഷൻ ആണ് എഫ് എ വൈ ബാർ ബൈ ഐ ബി എന്ന് പറഞ്ഞാൽ. എഫ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എബവ് ദ ന്യൂട്രൽ ആക്സിസ്. അത് ശ്രദ്ധിച്ചോണം. ലൈക്ക് ഇപ്പം ഞാൻ ഈ ഒരു ബീം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് അറ്റ് എനി ലെയർ ഞാൻ കണ്ടുപിടിക്കുമ്പം ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ എബവ് ആയിരിക്കും ഞാൻ ആദ്യം എൻ്റെ ഷിയർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിന് എബവ് തൊട്ട് ആ ടോപ്പ് വരെയുള്ള ഫുൾ ഏരിയയാണ്. ഇനി വൈ ബാർ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കിനി ഓരോ സെക്ഷൻസ് എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പോൾ റെക്ടാങ്കുലർ ബീം എടുക്കുകയാണ്. ടോട്ടൽ ഡെപ്ത് ഡി, ബ്രെഡ്ത്ത് ബി, ന്യൂട്രൽ ആക്സിസിൻ്റെ കറക്റ്റ് നടുക്കൂടെ അല്ലേ. അപ്പോൾ ഷിയർ സ്ട്രെസ് അറ്റ് ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ക്യൂ മാക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഏരിയ ഇൻറ്റു വൈ ബാർ ബൈ ഐ ബി. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായാൽ ബി ഇൻറ്റു ഡി ബൈ ടു. ന്യൂട്രൽ ആക്സിസിൻ്റെ എബവ് ഉള്ള ഏരിയ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ എന്താണ് ബി ഇൻറ്റു ഡി ബൈ ടു, അതാണ് ഈ ബി ഇൻറ്റു ഡി ബൈ ടു ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെ ഉള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡി ബൈ ടു ബൈ ടു, അതാണ് ഡി ബൈ ഫോർ, ബൈ ഐ എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂബ് ബൈ 12 ഇൻറ്റു ബി. കോമൺ ടേംസ് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എനിക്ക് ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 ബി ഡി എന്ന് കിട്ടും. ന്യൂട്രൽ ആക്സിസിലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത്. ഇനി ഞാൻ അപ്പം എൻ്റെ ഷിയർ സ്ട്രെസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് രണ്ടിടത്തും 0 ആണ്. ത്രൂ ഔട്ട് എന്താണ് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യും. എന്നാ മാക്സിമം എന്ന് പറഞ്ഞാൽ 1.5 എഫ് ബി ഡി ആണ്. അപ്പം എൻ്റെ ഷിയർ സ്ട്രെസ് റേഷ്യോ എന്ന് പറയുമ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് ബൈ മീൻ ഷിയർ സ്ട്രെസ്. എൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 1.5 എഫ് ബൈ ബി ഡി. അല്ലാതെ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണ് ബി ഡി. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1.5 ആണ് റെക്റ്റാങ്കിളിൻ്റെ കേസിൽ. അപ്പം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ജനറൽ ഇക്വേഷൻ, ക്യൂ ഇസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ബൈ ഐ ബി. അതുപോലെ നമുക്ക് സർക്കുലർ സെക്ഷൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. സർക്കുലർ സെക്ഷൻ്റെ ഫോഴ്സ് എഫ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എബവ് പൈ ആർ സ്ക്വയർ പൈ ബൈ 4 അല്ലെ പൈ ആർ സ്ക്വയർ ബൈ 2 എടുത്താൽ മതി. കാരണം ടോട്ടൽ പൈ ആർ സ്ക്വയർ അതിൻ്റെ ഹാഫ് പൈ ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ ബാർ എന്ന് പറഞ്ഞാൽ ഇതോട്ട് ഇതൊരു സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. അപ്പം നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഇവിടെ, ന്യൂട്രൽ ആക്സിസ് ഒരു ടോട്ടൽ ഈ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് 4r ബൈ 3π. ഐ ഗെസ് ഞാൻ ആ റെക്റ്റാങ്കിൾ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു. വൈ എന്ന് പറഞ്ഞാൽ ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ന് അല്ല, ന്യൂട്രൽ ആക്സിസിന് എബവ് ഉള്ള സെക്ഷൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ എന്ന് പറഞ്ഞാൽ. അതാണ് ഡി ബൈ 2/2 എന്ന് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് അപ്പം സർക്കിളിൻ്റെ കേസിൽ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് സർക്കിളിൻ്റെ 4r ബൈ 3π ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കിളിൻ്റെ പൈ ആർ സ്ക്വയർ ബൈ 4 r⁴/4 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് ഇത്രയുള്ള ഡിസ്റ്റൻസ് 2r. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് 4f ബൈ 3πr² എന്ന് കിട്ടും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പാർട്ടായിട്ട് ചോദിക്കാം. ജസ്റ്റ് എന്താണ് റെക്റ്റാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഒക്കെ ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതാൻ, ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കാൻ. ലൈക്ക് ആവറേജ് സ്ട്രെസ്സും ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ 1. നേരത്തെ പോലെ തന്നെ എഫ് ബൈ ചെയ്യുമ്പോൾ 1.33 എന്ന് കിട്ടും. ഇതിങ്ങനെ ഷോ ദാറ്റ് ദ ഷിയർ സ്ട്രെസ് ഇൻ എ സർക്കുലർ സെക്ഷൻ ഇസ് 1.33 ടൈംസ് ദ ആവറേജ് സ്ട്രെസ്. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അപ്പം അതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് അതെങ്ങനെ വരയ്ക്കും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ടി ബീമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ നമ്മൾ ചെയ്യേണ്ടതെന്ന്. The shear stress acting on a section of beam is 50 kilonewton. The section of the beam is T-beam of dimension 100 mm into 100 mm into 20 mm. ഇത് 100 mm, ഇത് 100 mm, thickness രണ്ട് സൈഡും 20 mm as shown in figure. The moment of inertia about the horizontal neutral axis. ഇവിടെ നമുക്ക് ഐ ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഐ തരത്തില്ല, അപ്പോൾ ടി സെക്ഷൻ്റെ ഐ ഇരുന്ന് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ ഐ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഐ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഷിയർ എനർജി ആയിട്ട് കുറേ ചെയ്യാനുള്ളതുകൊണ്ട് ഇവർ ഡയറക്റ്റ് ഐ തന്നിട്ടുണ്ട്.
Calculate the shear stress at the neutral axis and at the junction of the web and flange. അപ്പം ഞാൻ ഷിയർ സ്ട്രെസ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇക്വേഷൻ അറിയാം. എഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നു 50 കിലോ ന്യൂട്ടൺ ആണ്. ഐ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ന്യൂട്രൽ ആക്സിസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വൈ ബാർ കണ്ടുപിടിക്കണം. അതെന്താണ് A1 A2 A1 Y1 plus A2 Y2 by A1 plus A2. സാധാരണ നമ്മൾ ടി ബീമിൻ്റെ കണ്ടുപിടിക്കുന്ന പോലെ നമ്മൾ എന്താണ് ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്തിന് ശേഷം എന്താ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ F into A into Y bar by IB അല്ലേ. A എന്ന് പറഞ്ഞാൽ ഏരിയ. അപ്പം ഞാൻ ഇതിനെ ഇനിയിപ്പോൾ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഫ്ലാഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലാഞ്ചിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാ, 100 into 20 അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ അതാണ് 100 into 20. ഇനി വൈ ബാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻട്രോയിഡ് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ്, എൻ്റെ ന്യൂട്രൽ ആക്സിസ് ഇവിടെയാണ്. എന്താണ് കൈൻഡ് ഓഫ് ഈ ഒരു ഡിസ്റ്റൻസ് വേണം ഞാൻ പറയാം. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ 32.22 എന്ന് ഞാൻ ഈ 10 കുറച്ചാൽ പറയാം. കാരണം ടോട്ടൽ 20 ആണ്, അതിൻ്റെ ഹാഫിലായിരിക്കുമല്ലോ ഈ സെൻട്രോയിഡ് പോകുന്നത്. അപ്പോൾ 10 കുറച്ചാൽ മതി. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്, വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച് ആണ് 100 mm. ആണ് ഈ 100 mm ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ഷിയർ സ്ട്രെസ് അറ്റ് ദി ഫ്ലാഞ്ച് കണ്ടുപിടിച്ചു. അതുപോലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദി വെബ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, വെബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ജംഗ്ഷനിലാണ് അല്ലേ. നമ്മുടെ 1 second ഓക്കെ. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ വെബും ഫ്ലാഞ്ചിൻ്റെയും ജംഗ്ഷൻ ആണ്. അപ്പം എനിക്ക് ഇപ്പം കിട്ടി എൻ്റെ ഫ്ലാഞ്ച് ടോപ്പ് എപ്പോഴും 0 ആയിരിക്കും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഫ്ലാഞ്ച് ഞാനിപ്പോൾ കണ്ടുപിടിച്ചു 7.7 ആണെന്ന്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഇതിങ്ങനെ ഒരു പാരബോളിക് കർവേ കൊടുക്കും, ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കല്ലേ ഇത് വരയ്ക്കുമ്പം. ഒരു ചെറിയൊരു പാരബോളിക് കർവ് കൊടുത്ത് എനിക്ക് എന്ത് ചെയ്തു 7.7 വരെ ഞാൻ കൊണ്ടുവന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് എൻ്റെ ഐ. ഇനി നെക്സ്റ്റ് ഈ ജംഗ്ഷനിൽ വെബിൻ്റെ അടുത്ത് വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാൽ അതൊരു റേഷ്യോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 7.7 into 100/20. ഈ 100 എന്ന് പറഞ്ഞാൽ റേഷ്യോ വിഡ്ത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത്. 100 എന്ന് പറഞ്ഞാൽ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് ബൈ 20 എന്ന് പറഞ്ഞാൽ വെബിൻ്റെ വിഡ്ത്ത് ഇൻറ്റു 100/20 ചെയ്യുമ്പോൾ എന്താണ് 35.35 എന്ന് കിട്ടും. അതാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രയും 35.35 വരെ വരച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്ലാഞ്ചും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഞാൻ നെക്സ്റ്റ് മാക്സിമം കണ്ടുപിടിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കർവ് വരും എന്തായാലും അല്ലേ. മാക്സിമം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിലാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ന്യൂട്രൽ ആക്സിസിലെ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പം ന്യൂട്രൽ ആക്സിസിൽ കണ്ടുപിടിക്കുമ്പോൾ എ വൈ ബാറിന് ഞാൻ മൊമെന്റ് ഓഫ് ഏരിയ എന്നാണ് എടുക്കുന്നത്. അപ്പം ന്യൂട്രൽ ആക്സിസിൻ്റെ എബവ് ഉള്ള മൊമെന്റ് ഓഫ് ഏരിയ വേണം ഞാനിവിടെ കണ്ടുപിടിക്കാൻ. ന്യൂട്രൽ ആക്സിസിന് എടുക്കുമ്പോൾ നമ്മൾ എ സെപ്പറേറ്റ് വൈ ബാർ സെപ്പറേറ്റ് അങ്ങനെയല്ല, ടോട്ടലായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ എ വൈ ബാർ ഫസ്റ്റ് എന്താണ് ടോപ്പ് സെക്ഷൻ്റെ എടുക്കണം. ഏരിയ എന്ന് പറയുന്നത് 20 into 100. ഏരിയയായി വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വൈ ബാർ ഡിസ്റ്റൻസ് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ പ്ലസ് നെക്സ്റ്റ് വെബിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ഇത് 20, ഇതെന്ന് പറഞ്ഞാൽ 80, 20. പക്ഷെ നമ്മൾ 80 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ന്യൂട്രൽ ആക്സിസിൻ്റെ എബവ് ഉള്ള ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇത്രയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 20 into ഇത്രയും ഡിസ്റ്റൻസ് ഇതെത്രയാ 32.22 മൈനസ് 20 ചെയ്താൽ പോരെ ഇതോട്ട് ഇതുവരെ കിട്ടാൻ. 20 into 32 മൈനസ് 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ ഏരിയയായി. ഇനി വൈ ബാർ, അതിലെ വൈ ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് 32.22 മൈനസ് 20 എത്രയാണ് കിട്ടുക, അതേ ബൈ 2. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 32 മൈനസ് 22 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 22.22, അതേ ഡിവൈഡ് ബൈ 2. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എ വൈ ബാർ കിട്ടി, ഐയും ബി ഒക്കെ അറിയാം. അപ്ലൈ ചെയ്ത് എന്ത് ചെയ്തു, മാക്സിമം ഷിയർ സ്ട്രെസ് 39.285 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ നടുക്ക് 35.285 എന്ന് വന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ ഇങ്ങനെ ഒരു പാരബോള വരച്ചു കൊടുത്താൽ മതി, ഒരു കർവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കർവ് താഴോട്ട് പോകും. അതുവരെ കർവ് അകത്തോട്ട് തള്ളത്തുള്ളൂ.
ഇങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ സ്ട്രെയിൻ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വരച്ചു. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ്റെ അകത്ത് എടുക്കുക, എന്നിട്ട് എന്താണ് ഓരോ വാല്യൂസും ഫില്ല് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഓരോ ലെയറിലും ഐയും വൈയും ബി എത്രയാണെന്ന് നോക്കുക, കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഒന്നും കൂടി ഓട്ടിച്ചു വരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വൈ ബാർ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ഐ തന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഐ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ വൈ ബാർ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഓരോ ഫ്ലാഞ്ച്, പിന്നെ ഈ ഒരു ജംഗ്ഷൻ വരുമ്പോൾ എന്താണ് ഈ ഫ്ലാഞ്ചിന്റെ എത്രയാണോ നമുക്ക് ഇവിടെ കിട്ടിയത് അതേ ഇൻറ്റു റേഷ്യോ ഓഫ് ബ്രെഡ്ത്ത്. ഇവിടെ 120 ആയിരുന്നു, അപ്പോൾ 100/20 ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ കിട്ടും. ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പിന്നെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ വെബിൽ ന്യൂട്രൽ ആക്സിസിലാണ് നെക്സ്റ്റ് മാക്സിമം വാല്യൂ വരുന്നത്. അപ്പം ന്യൂട്രൽ ആക്സിസിലെ വാല്യൂ കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസിലെ കണ്ടുപിടിക്കുമ്പം ഏരിയ ഇൻറ്റു വൈ ബാർ നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കും. കാരണം വെച്ചാൽ ഇത് സെക്ഷൻ 1, ഇതിൻ്റെ വൈ ബാർ ഇൻറ്റു പിന്നെ ഇതോട്ട് ഇത്രയും ന്യൂട്രൽ ആക്സിസിൻ്റെ എബോവ് ഉള്ള മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത്രയും വരെ ആ ഒരു സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു വൈ ബാർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പിന്നെ അവിടുത്തെ ഷിയർ സ്ട്രെസ് ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഷിയർ സ്ട്രെസ്സും കിട്ടും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് തള്ളി വരയ്ക്കുക, അത് കഴിഞ്ഞ് ബാക്കി അകത്തോട്ട് അങ്ങോട്ട് വരയ്ക്കുക. പിന്നെ അതിനുശേഷം ഡിക്രീസിങ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഐ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The shear force acting on a beam at an I section with unequal flanges is 50 kilonewton. The section is shown in the figure. The moment of inertia of the section above the neutral axis is 2.849 10 to 10 raised to minus 4. അപ്പോൾ I തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്. Calculate the shear stress at the neutral axis and also draw the shear distribution over the depth of the section. എന്താണ് ഈ ഷിയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കണം. അപ്പം ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വൈ ബാർ കണ്ടുപിടിക്കുന്നതാണ്. A1 y1 പ്ലസ് A2 y2 പ്ലസ് A3 y3 ബൈ A1 പ്ലസ് A2 പ്ലസ് A3. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വൈ ബാർ വരെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും അത്രയാണ്. വൈ ബാർ വരെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഷിയർ സ്ട്രെസ് എക്സ്ട്രീം ഫ്ലാഞ്ചസിൽ ഇവിടെ ടോപ്പും ബോട്ടമും എന്താണ് 0 ആണ്. ഇനി ഞാൻ അടുത്ത് എൻ്റെ ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂ എന്ന് പറയുമ്പം എൻ്റെ ടോപ്പ് ഫ്ലാഞ്ചിൽ ഷിയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഷിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ഇൻറ്റു ബി. അപ്പം എൻ്റെ ഫ്ലാഞ്ച് ഇവിടെ ഞാൻ മൊമെൻ്റ് ഓഫ് ഏരിയ ഒരുമിച്ച് കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറയുന്നത് എന്താണ് 200 ഇൻറ്റു 50. വൈ ബാർ എന്ന് പറഞ്ഞാൽ ഇത്രയും വരെയുള്ള ഈ ഡിസ്റ്റൻസ്. അപ്പം എനിക്കറിയാം ടോട്ടൽ 133.49 ആണ് ടോപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, 50/2 25 കുറച്ചാൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ എന്താണ് എൻ്റെ ടോപ്പിലെ സംഭവം ഷിയർ സ്ട്രെസ് എനിക്ക് കിട്ടും. ഷിയർ സ്ട്രെസ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടുപിടിക്കേണ്ട എവിടെയാണ്, എൻ്റെ ജംഗ്ഷനിലുള്ള ഷിയർ സ്ട്രെസ് ആണ്. ജംഗ്ഷനിലുള്ള കണ്ടുപിടിക്കുമ്പം ഇവിടെ. അപ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെ ചെയ്തത്, ജംഗ്ഷൻ എന്ന് പറയുമ്പം ഇവിടെ എത്രയാണോ വാല്യൂ കിട്ടിയത് അതേ ഇൻറ്റു റേഷ്യോ ഓഫ് ബ്രെഡ്ത്ത് നമ്മൾ ചെയ്താൽ മതി. റേഷ്യോ ഓഫ് ബ്രെഡ്ത്ത് എന്താ 200/50 അല്ലേ. ബ്രെഡ്ത്ത് 200 to 50 അല്ലേ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത്. ഇൻറ്റു 200/50 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 3.808 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഇതുവരെ കംപ്ലീറ്റ് ആയി അല്ലേ. ഈ ബ്ലൂ ലൈൻ വരെ എൻ്റെ ഫിഗർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇനി എനിക്കറിയാം ഇതുവരെ എത്തി. ഇനി എനിക്കറിയാം ഇവിടെ ഞാൻ എൻ്റെ വെബിൻ്റെ ടോപ്പ് എത്തി. ഇനി എനിക്കറിയാം വെബിലെ മാക്സിമം എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ കൂടെയാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എൻ്റെ ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതും ഫോഴ്സ് എനിക്കറിയാം എ വൈ ബാർ. എ എന്ന് പറയുന്നത് ഏരിയ അബവ് ദി ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ 200 ഇൻറ്റു 50 ഇൻറ്റു ഇതുവരെയുള്ള വൈ ബാർ പ്ലസ് പിന്നെ ഈ വെബിൻ്റെ ഇത്ര ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്താണ് 50 ഇൻറ്റു ഈ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണോ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത്രയും നമുക്കറിയാമല്ലോ. ടോട്ടൽ 133.49 ആണ്. അതിൽ നിന്ന് 50 കുറച്ച് എന്തായിട്ടും എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്ത് എനിക്ക് ടോട്ടൽ എ വൈ ബാർ ഓഫ് അബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ് ആയി. ഇക്വേഷനിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ഷിയർ സ്ട്രെസ് മാക്സിമം കിട്ടും. അതെനിക്ക് 4.41 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുവരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി വരയ്ക്കണം. അപ്പം എൻ്റെ ന്യൂട്രൽ ആക്സിസ് വരെ ആയി. ഇനി എനിക്കറിയാം ഇനി ഈ ഫ്ലാഞ്ച് എത്തുന്നത് വരെ ഇത് ഇങ്ങനെ താഴോട്ട് പോകും.
അവിടെ 0 ആവത്തില്ല ബിക്കോസ് ഫ്ലാഞ്ചിന്റെ അവിടെ പിന്നെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ബോട്ടം ഫ്ലാഞ്ചിന്റെ കണ്ടുപിടിക്കണം. ബോട്ടം ഫ്ലാഞ്ചിന്റെ എങ്ങനെയാ? സെയിം ഇക്വേഷൻ തന്നെ. അതിൻ്റെ അകത്ത് ഏരിയ ഇൻറ്റു ബൈ ബാർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞാൽ 50 × 130, ബൈ ബാർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ഇത്രയുണ്ട് കേട്ടോ. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 166.51 നിന്ന് 25 കുറച്ചാൽ പോരെ താഴത്തെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടില്ലേ? അപ്പോൾ ആ ഡിസ്റ്റൻസും കിട്ടി. അവിടുത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ ഷിയറും കിട്ടും. അപ്പം ആ ഷിയർ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ താഴെ നിന്നാണ് അത് എടുത്തത്. അപ്പോൾ ആ ഷിയർ ഇവിടെ വരും. ഇനി ഇതൊരു എക്സ്പാൻഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? റേഷ്യോ ഓഫ് ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 130/50 ആണ്. 13.39 × 130/50. വലുതിന്ന് ചെറുതിലോട്ടുള്ള, അല്ല 50/130 അല്ല, 130/50. ആ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഈ സ്ട്രെയിറ്റ് ലൈനും കിട്ടും. അപ്പോൾ എന്താണ് എൻ്റെ ഫുൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കുന്നത്. ഇതായിരുന്നു ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഓക്കെ.